ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മിഡ് പോയിന്റ് ആണ്. അതായത് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ 6 ഇഞ്ചാണ് കിട്ടിയത്. അതിന്റെ നേർപ്പകുതി മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റും നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവില്ലേ, അതായത് 7.25 വരുന്ന പോയിന്റ്, ഇതുകൾ തമ്മിൽ ഒരു കർവ് വരയ്ക്കണം. ഇതിനെ പറയുന്നതാണ് ഫ്രഞ്ച് കർവ്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ, അതായത് ബോഡിയിൽ നിന്ന് വരുന്ന കറക്റ്റ് ആയിട്ട് ബോഡിയിൽ നിന്ന് കിട്ടുന്ന അളവും ഇതിന്റെ മിഡ് പോയിന്റും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് വെക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഈ വരയോട് ചേർന്ന് വേണം വരാനായിട്ട്. ഉണ്ടോ, ഇങ്ങനെ വരണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കർവ് ഭാഗം ഇതാണ് നമ്മൾ വരച്ച് മോളിൽ നിന്ന് താഴേക്ക് വരച്ചു വരുന്നത്. ആ വരയോട് ചേർന്ന് നിൽക്കണം. ഇവിടുത്തെ ഈ പോയിന്റും തമ്മിൽ കൂട്ടി കിട്ടത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. ഉണ്ടോ, അത് അങ്ങനെ വരയ്ക്കാൻ പറയുന്ന ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ എന്താ പറയാ, ഈ വരച്ചേക്കണം വരയോട് ഇങ്ങനെ ചേർന്ന് വേണം ഇങ്ങനെ പോകാനായിട്ട്. അല്ലാണ്ട് ലൂസിലേക്ക് ഇങ്ങനെ കറക്റ്റ് പോയിന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറയുന്നത്. ഫ്രഞ്ച്